നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ പല നമ്മുടെ സ്ഥലത്ത് കളിക്കാൻ പോകുമ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. വളരെ നന്നായിട്ട് ഈ ടൂർണമെൻറ്റ് കണക്ട് ചെയ്തു, നല്ല മാച്ചസ് ആയിരുന്നു ഒക്കെ കുറേ കമൻസ് കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സീസൺ 2 നമ്മൾ തയ്യാറെടുക്കുമ്പം എല്ലാ ടീമും സജ്ജരാണ്. അവർ നല്ല ബാലൻസ് സ്ക്വാഡ് എല്ലാ ടീമിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചും കൂടെ നല്ല മാച്ചസും പിന്നെ ഫാൻസിനും നല്ലൊരു ട്രീറ്റ് ആയിരിക്കും ഈ ഒരു സീസൺ 2. അപ്പോൾ അഗെയിൻ താങ്ക്സ് ടു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരുക്കി തന്നതിന്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർഡാണ്, നമ്മുടെ ടീം മാത്രമല്ല എല്ലാ ടീമും പ്രിപ്പയർഡാണ്. അപ്പോൾ അതിനുവേണ്ടി നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നാളെ കാലിക്കറ്റ് വേഴ്സസ് കൊല്ലമാണ് ഫസ്റ്റ് മാച്ച്. അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ ആ ഒരു വിശ്വാസം എല്ലാ പ്ലേയേഴ്സിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം നമുക്ക് കൂടുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇനിയും നല്ല മാച്ചസ് കളിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ടീമും കഴിഞ്ഞ കൊല്ലം അവർക്ക് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ പഠിച്ച് നല്ലൊരു ബാലൻസ് സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടീമും മോശമല്ല, കുറേ നല്ല പ്ലേയേഴ്സും അതിൽ എക്സൈറ്റിംഗ് പ്ലേയേഴ്സും ഇതിലോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം കളിക്കാത്ത. അപ്പോൾ നമ്മളും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് പ്ലാൻ ചെയ്യണം ഓരോ ടീമിനെതിരെയും. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ബ്യൂട്ടിഫുൾ മാച്ചസ് കളിച്ച് ജയിച്ചാൽ മാത്രമാണ് നമുക്കും ആ ഒരു ഇതിലോട്ട് ട്രോഫിയിലോട്ട് ക്ലൈംബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഒട്ടും ഈസി അല്ല. സോ വി ഹാവ് ടു പ്ലേ റിയലി ഹാർഡ്. കഴിഞ്ഞ തവണ KCL തൊട്ട് പിന്നാലെയാണ് രഞ്ജി പ്രിപ്പറേഷൻ തുടങ്ങിയത്. ഒരുപാട് ഗുണം ചെയ്തതെന്ന് സച്ചിൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ പുതിയ ആളുകളെ കൂടി കേരള ടീമിലേക്ക് കൂടി ഇന്ന് കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുന്നത്. മെയിനായിട്ട് എക്സ്പോഷറാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മളിപ്പം ഒബിയസ്ലി നമ്മൾ തമിഴ്നാട് ടീം, ഒരു മുംബൈ ടീം നോക്കുമ്പോഴത്തേക്കും അതിലൊക്കെ നോക്കുകയാണെങ്കിൽ 8-9 പേരൊക്കെ IPL കളിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒബിയസ്ലി അതൊരു മെൻ്റലിയും ഒരു ഡിസ്റ്റർബിങ് ആണ്. കാരണം നമ്മൾ ഇപ്പം കളിക്കാൻ പോകുമ്പോഴത്തേക്കും അയ്യോ അവൻ കഴിഞ്ഞവൻ എന്നുള്ളൊരു ഇതും വരും. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇത് അപ്പോൾ നമ്മൾ കുറച്ച് പേരെ അറിയായിരിക്കും. പക്ഷേ ഈ യങ്സ്റ്റേഴ്സിനൊക്കെ ഇപ്പോൾ ഈ ടൂർണമെൻറ്റ് വഴി അവർ മാച്ച് കാണുകയാണ്. നമ്മൾ TNPL നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ പ്ലേയേഴ്സിൻ്റെ പേര് നമുക്കറിയാം, പക്ഷേ ഇപ്പോൾ വളർന്നു വരുന്ന പേരൊക്കെ നമ്മൾ ഈ TV കണ്ടു തന്നെയാണ് അവരുടെ പരിചിതമാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈ ശരിക്കും അവരുടെ ഫാമിലീസ് കാണുന്നു, ഫ്രണ്ട്സ് കാണുന്നു, എല്ലാവരും കാണുമ്പോഴത്തേക്കും അവരും ആ ഒരു വീണ്ടും കളിക്കണം എന്നുള്ളൊരു ഒരു ഡ്രീമിലോട്ട് അവരും വരികയാണ്. അപ്പോൾ നല്ല എക്സ്പോഷറായിരുന്നു നമുക്ക് കിട്ടിയത്. ആ ഒരു എക്സ്പോഷറിന് നമ്മളത് ഈ KCL മുന്നേ അല്ല, കാരണം അതിന് മുന്നേ നമ്മൾ പണ്ട് തൊട്ടേ ആ എക്സ്പോഷറിന് വേണ്ടി നമ്മൾ KCL ഇപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്, ഇപ്പം ശ്രീലങ്ക, ഇപ്പം റീസെൻ്റ്ലി ഒമാൻ ടൂർ നമ്മൾ കേരള ടീം പോയി. അപ്പോൾ അങ്ങനത്തെ ടൂർ പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മൾ ന്യൂ കണ്ടീഷൻസും ന്യൂ ബോളേഴ്സും നമ്മൾ കളിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഈസി ആവും നമ്മൾ ഡൊമസ്റ്റിക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ടൂർണമെൻറ്റ് കാരണം ഞാൻ 2009 ഞാൻ ഡെബ്യൂ ചെയ്യുന്നത്. അപ്പോൾ 2008 IPL വരുമ്പോഴും അന്ന് തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ കേരള പ്രീമിയർ ലീഗ്. അന്ന് നമ്മുടെ കർണാടക പ്രീമിയർ ലീഗ് ഇല്ല, അപ്പോൾ KPL നിന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ സീനിയർ പ്ലേയേഴ്സായ കുറേ പേര്, ഇവൻ നമ്മുടെ BA ജഗദീഷ്, റൈഫി മെൻസൺ ഗോമസ്, റോഹൻ പ്രേം, അന്നൊക്കെ അവരൊക്കെ കളിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു ടൂർണമെൻറ്റാണ് ഈ കേരള ക്രിക്കറ്റ് ലീഗ്. അപ്പോൾ അന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നല്ല റൈറ്റ് ടൈമിൽ തന്നെയാണ് ഇപ്പം നമ്മൾ വന്നത്. അത് ഇപ്പോഴത്തെ അങ്ങനെ കുറേ പേര് പോയിട്ടുണ്ട് ഇവിടെ. കാരണം നമുക്ക് കേരളത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മളൊരു ദുബായി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കേരള ടീം എടുക്കാനുള്ള പ്ലേയേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ അവർക്കൊരു ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അതിനുള്ള ഒരു അവസരമുണ്ട്. നമുക്ക് എവിടെയും പോവാതെ കേരളത്തിൽ നിന്ന് നിൽക്കുവാണെങ്കിൽ കളിക്കാനുള്ള ഒരു സംഭവം. അപ്പോൾ ആ എക്സ്പോഷർ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വേറെ എവിടെയും പോകണ്ട. അത് കേരള ക്രിക്കറ്റിനും ഇപ്പം ഒബിയസ്ലി കഴിഞ്ഞ പോലെ T20 ടീം എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ഒബിയസ്ലി ഇവിടുത്തെ പെർഫോമൻസ് കാരണം. അപ്പോൾ ഇനി കുറേ പ്ലേയേഴ്സ് വരും കളിക്കാൻ. നമുക്ക് കുറച്ചും കൂടെ അത് കേരള ക്രിക്കറ്റിന് ഭയങ്കര ഗുണം ചെയ്യും. ഇനിയും ആ ഒരു നമ്മളിപ്പം നമ്മുടെ T20 ടീം നോക്കിയത് ഭയങ്കര സ്ട്രോങ് ഒരു ടീമാണ്. പിന്നെ നമുക്ക് ഒബിയസ്ലി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതും ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരുടെയും ഡ്രീം തന്നെ ഒരു ഡൊമസ്റ്റിക് ട്രോഫി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ടൈം വി വിൽ വർക്ക് ടുഗെദർ ടു ഗെറ്റ് ഇറ്റ്.